ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് പഠന പരമ്പരയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിസ്റ്റർ ലിസ്മരിയ CHF. ഇന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. ഈ അധ്യായം നമുക്ക് വായിക്കാം. സാംസൺ തിമ്നായിലേക്ക് പോയി. അവിടെ വെച്ച് ഒരു ഫിലിസ്തീ യുവതിയെ കണ്ടു. അവൻ തിരിച്ചു വന്ന് മാതാപിതാക്കന്മാരോട് പറഞ്ഞു, തിമ്നായിൽ ഞാനൊരു ഫിലിസ്തീ യുവതിയെ കണ്ടുമുട്ടി. അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം. അവർ പറഞ്ഞു, നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിച്ഛേദിതരായ ഫിലിസ്തീനയുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത്? എന്നാൽ സാംസൺ പറഞ്ഞു, അവളെ എനിക്ക് തരിക. അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കർത്താവിൻ്റെ ഹിതമാണെന്ന് മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയില്ല. അവിടുന്ന് ഫിലിസ്തീർക്കെതിരായി ഒരവസരം പാർത്തിരിക്കുകയായിരുന്നു. അക്കാലത്ത് ഫിലിസ്തീർ ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നു. സാംസൺ മാതാപിതാക്കന്മാരോടുകൂടെ തിമ്നായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നു. കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. എന്നാൽ മാതാപിതാക്കന്മാരെ അക്കാര്യം അറിയിച്ചില്ല. സാംസൺ ആ സ്ത്രീയോട് സംസാരിച്ചു. അവന് അവളെ വളരെ ഇഷ്ടപ്പെട്ടു. കുറച്ചുനാൾ കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ അവൻ വന്നു. വഴിമധ്യേ ആ സിംഹത്തിൻ്റെ ഉടൽ കാണാൻ അവൻ തിരിഞ്ഞു. അതാ സിംഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തേൻകൂട്. അവനത് അടർത്തിയെടുത്ത് ഭക്ഷിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ അടുത്തെത്തി അവർക്കും കൊടുത്തു. അവരും ഭക്ഷിച്ചു. എന്നാൽ ചത്ത സിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണ് തേനെടുത്തതെന്ന് അവൻ അവരോട് പറഞ്ഞില്ല. അവൻ്റെ പിതാവ് യുവതിയുടെ വീട്ടിലേക്ക് പോയി. സാംസൺ അവിടെ ഒരു വിരുന്ന് നടത്തി. യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു. അവനെ കണ്ടപ്പോൾ അവിടുത്തുകാർ 30 പേരെ അവന് തോഴരായി കൊടുത്തു. സാംസൺ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു കടങ്കഥ പറയാം. വിരുന്നിൻ്റെ 7 ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും തരാം. ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ 30 ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും എനിക്ക് തരണം. അവർ പറഞ്ഞു, നിന്റെ കടങ്കഥ കേൾക്കട്ടെ. അവൻ പറഞ്ഞു, ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. 3 ദിവസമായിട്ടും കടങ്കഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല. 4-ാം ദിവസം അവർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞു, നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടങ്കഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക. അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടരിക്കും. ദരിദ്രരാക്കാനാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത്? സാംസന്റെ ഭാര്യ അവന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിനക്കെന്നോട് വെറുപ്പാണ്, എന്നെ സ്നേഹിക്കുന്നില്ല. എൻ്റെ ആളുകളോട് നീ ഒരു കടങ്കഥ പറഞ്ഞിരിക്കുന്നു, എന്നാൽ അതെന്തെന്ന് എന്നോട് പറഞ്ഞില്ല. അവൻ പറഞ്ഞു, എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല. പിന്നെ അത് നിന്നോട് പറയുമോ? വിരുന്നവസാനിക്കുന്ന 7-ാം ദിവസം വരെ അവൾ കേണു ചോദിച്ചു. അവളുടെ നിർബന്ധം മൂലം അവൻ അവൾക്ക് അത് വെളിപ്പെടുത്തി. അവൾ അത് തൻ്റെ ആളുകളോട് പറഞ്ഞു. 7-ാം ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ് പട്ടണവാസികൾ വന്ന് അവനോട് പറഞ്ഞു, തേനിനേക്കാൾ മാധുര്യമുള്ളതെന്ത്? സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര്? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നുവെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നു. അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ 30 പേരെ കൊന്ന് കൊള്ളയടിച്ച് കടംകഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു. കോപാക്രാന്തനായി അവൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയി. സാംസന്റെ ഭാര്യ അവൻ്റെ മണവാളത്തോഴൻ്റെ ഭാര്യയായി. സാംസൺ ഫിലിസ്തീനയുടെ നാടായ തിമ്നായിലേക്ക് പോയപ്പോൾ ഒരു യുവതിയെ കണ്ടു. അവളോട് അവന് ഇഷ്ടം തോന്നി. വീട്ടിലെത്തിയപ്പോൾ സാംസൺ ആ യുവതിയെ വിവാഹം കഴിക്കാൻ മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഫിലിസ്തീയർ അന്യമതസ്ഥനായതുകൊണ്ട് അവരെ വിവാഹം കഴിക്കുന്നതിനെ മാതാപിതാക്കൾ എതിർത്തു. എന്നിരുന്നാലും സാംസന് നിർബന്ധം കാരണം അവർ സമ്മതിച്ചു. ഇത് ദൈവഹിതമായിരുന്നു. കാരണം ഫിലിസ്തീയർക്കെതിരെ ഒരു സാഹചര്യം ഒരുക്കാനാണ് ദൈവം ആഗ്രഹിച്ചത്. ആ സമയത്ത് ഫിലിസ്തീയർ ഇസ്രായേലിനെ ഭരിച്ചിരുന്നു. സാംസൺ മാതാപിതാക്കളോടൊപ്പം തിമ്നായിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് ഒരു സിംഹം അവനെ ആക്രമിച്ചു. ദൈവത്തിൻ്റെ ശക്തി അവനിൽ ആവേശിച്ചതുകൊണ്ട്
അവൻ ആയുധങ്ങളും ഒന്നുമില്ലാതെ തന്നെ സിംഹത്തെ കീറി മുറിച്ചു. ഈ കാര്യം അവൻ മാതാപിതാക്കളോട് പറഞ്ഞില്ല. കുറച്ചു കാലത്തിന് ശേഷം അവൻ വിവാഹം കഴിക്കാൻ വീണ്ടും തിമ്നായിലേക്ക് പോകുമ്പോൾ മുമ്പ് കൊന്ന സിംഹത്തിൻ്റെ ശരീരം കാണാനായി തിരിഞ്ഞു നോക്കി. അപ്പോൾ ആ സിംഹത്തിൻ്റെ ശരീരത്തിനുള്ളിൽ ഒരു തേനീച്ചക്കൂടും തേനും കണ്ടു. അവൻ ആ തേൻ ശേഖരിച്ച് താനും കഴിക്കുകയും മാതാപിതാക്കൾക്ക് കൊടുക്കുകയും ചെയ്തു. എന്നാൽ അത് ചത്ത സിംഹത്തിൽ നിന്നാണ് എടുത്തതെന്ന് അവൻ അവരോട് പറഞ്ഞില്ല. സാംസന്റെ പിതാവ് യുവതിയുടെ വീട്ടിലേക്ക് പോയതിനു ശേഷം സാംസൺ അവിടെ ഒരു വിരുന്ന് നടത്തി. അവിടെ വെച്ച് ഫെലിസ്ത്യർ 30 പേരെ അവന് തോഴരായി കൊടുത്തു. സാംസൺ അവരോട് ഒരു കടങ്കഥ പറഞ്ഞു. ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മധുരവും പുറപ്പെട്ടു. 7 ദിവസത്തെ വിരുന്നിനുള്ളിൽ ഉത്തരം പറഞ്ഞാൽ 30 ചണവസ്ത്രവും അത്രയും തന്നെ വിശേഷ വസ്ത്രങ്ങളും നൽകാമെന്നും ഇല്ലെങ്കിൽ തനിക്ക് അവർ അത് നൽകണമെന്നും സാംസൺ പറയുന്നു. 3 ദിവസമായിട്ടും അവർക്ക് കടങ്കഥയുടെ അർത്ഥം മനസ്സിലായില്ല. 4-ാം ദിവസം അവർ സാംസന്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തി കടങ്കഥയുടെ ഉത്തരം ഭർത്താവിൽ നിന്ന് വാങ്ങിയില്ലെങ്കിൽ അവളെയും കുടുംബത്തെയും തീയിട്ട് നശിപ്പിക്കുമെന്ന് പറഞ്ഞു. ഭയന്ന സാംസന്റെ ഭാര്യ അവനോട് ഉത്തരം പറയാൻ കരഞ്ഞപേക്ഷിച്ചു. മാതാപിതാക്കളോട് പോലും പറയാത്ത രഹസ്യം നിന്നോട് പറയുമോ എന്ന് അവൻ ആദ്യം ചോദിച്ചെങ്കിലും അവളുടെ നിർബന്ധത്തിന് വഴങ്ങി 7-ാം ദിവസം അവൾക്ക് ഉത്തരം വെളിപ്പെടുത്തി. അവൾ ഉടനെ തന്നെ ആ രഹസ്യം തൻ്റെ ജനങ്ങളോട് പറഞ്ഞു. 7-ാം ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ് അവർ സാംസന്റെ അടുത്തെത്തി കടങ്കഥയുടെ ഉത്തരം പറഞ്ഞു. തേനിനേക്കാൾ മധുരമുള്ളതെന്ത്? സിംഹത്തേക്കാൾ ശക്തനായത് ആര്? അപ്പോൾ സാംസൺ മനസ്സിലാക്കി അവർ അവൻ്റെ ഭാര്യ വഴിയാണ് ഉത്തരം അറിഞ്ഞതെന്ന്. പശുക്കിടാവിനെ കൊണ്ട് ഉഴുവിക്കാതിരുന്നെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾക്ക് മനസ്സിലാകുകയില്ലായിരുന്നുവെന്ന് അവൻ പറഞ്ഞു. ഇതറിഞ്ഞ സാംസൺ വളരെ ദേഷ്യത്തിലായി. ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ ശക്തിയോടെ വന്നതുകൊണ്ട് അവൻ അക്ഷലോൺ നഗരത്തിലേക്ക് പോയി അവിടെയുള്ള 30 ഫെലിസ്തരെ കൊന്ന് അവരുടെ വസ്ത്രങ്ങൾ കൈക്കലാക്കി കടങ്കഥയുടെ ഉത്തരം പറഞ്ഞവർക്ക് അവൻ നൽകി. പിന്നീട് സാംസൺ കോപത്തോടെ തൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. തുടർന്ന് സാംസന്റെ ഭാര്യയെ അവൻ്റെ കൂട്ടുകാരന് വിവാഹം ചെയ്തു കൊടുത്തു. ഈ ഭാഗം സാംസന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ഫെലിസ്ത്യരുമായിട്ടുള്ള അവൻ്റെ പിന്നീടുള്ള പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. ഇനി ഈ അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ചോദ്യ നമ്പർ 1. സാംസന് ഫെലിസ്ത്യ യുവതിയെ കണ്ടുമുട്ടിയ സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ ജെറുസലേം, ഓപ്ഷൻ ബി തിമ്നായി, ഓപ്ഷൻ സി ഗാസ. ഉത്തരം ഓപ്ഷൻ ബി തിമ്നായി. ചോദ്യ നമ്പർ 2. സാംസൺ ഫെലിസ്ത്യ യുവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചപ്പോൾ മാതാപിതാക്കളുടെ ആദ്യ പ്രതികരണം എന്തായിരുന്നു? ഓപ്ഷൻ എ അവർ സന്തോഷിച്ചു, ഓപ്ഷൻ ബി അവർ എതിർത്തു, ഓപ്ഷൻ സി അവർ അനുവാദം നൽകി. ഉത്തരം ഓപ്ഷൻ ബി അവർ എതിർത്തു. 3-ാമത്തെ ചോദ്യം. സാംസൺ മാതാപിതാക്കളോടൊപ്പം തിമ്നായിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് കണ്ട മൃഗം ഏത്? ഓപ്ഷൻ എ കരടി, ഓപ്ഷൻ ബി സിംഹക്കുട്ടി, ഓപ്ഷൻ സി പുലി. ഉത്തരം ഓപ്ഷൻ ബി സിംഹക്കുട്ടി. ചോദ്യ നമ്പർ 4. സിംഹക്കുട്ടിയെ സാംസൺ എങ്ങനെയാണ് ചീന്തിക്കളഞ്ഞത്? ഓപ്ഷൻ എ വാളുപയോഗിച്ച്, ഓപ്ഷൻ ബി ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ, ഓപ്ഷൻ സി കല്ലെറിഞ്ഞ്. ഉത്തരം ഓപ്ഷൻ ബി ആയുധം കൂടാതെ
ആട്ടിൻകുട്ടിയെ എന്ന പോലെ. അഞ്ചാമത്തെ ചോദ്യം, കുറച്ചുനാൾ കഴിഞ്ഞ് സാംസൺ തിമ്നായിലേക്ക് തിരികെ വന്നപ്പോൾ സിംഹത്തിൻ്റെ ഉടലിൽ എന്ത് കണ്ടെത്തി? ഓപ്ഷൻ എ പക്ഷിക്കൂട്, ഓപ്ഷൻ ബി തേൻകൂട്, ഓപ്ഷൻ സി പൂക്കൾ. ഉത്തരം ഓപ്ഷൻ ബി തേൻകൂട്. ആറാമത്തെ ചോദ്യം, സിംഹത്തിൻ്റെ ഉടലിൽ നിന്ന് ലഭിച്ച തേൻ സാംസൺ ആർക്കെല്ലാമൊക്കെയാണ് കൊടുത്തത്? ഓപ്ഷൻ എ ഫിലിസ്ത്യർക്ക് മാത്രം, ഓപ്ഷൻ ബി മാതാപിതാക്കൾക്ക് മാത്രം, ഓപ്ഷൻ സി തനിക്കും മാതാപിതാക്കൾക്കും. ഉത്തരം ഓപ്ഷൻ സി തനിക്കും മാതാപിതാക്കൾക്കും. ചോദ്യ നമ്പർ 7, കടങ്കഥയുടെ ഉത്തരം പറയാൻ എത്ര ദിവസത്തെ സമയമാണ് സാംസൺ തൻ്റെ തോഴന്മാർക്ക് നൽകിയത്? ഓപ്ഷൻ എ 3 ദിവസം, ഓപ്ഷൻ ബി 5 ദിവസം, ഓപ്ഷൻ സി 7 ദിവസം. ഉത്തരം ഓപ്ഷൻ സി 7 ദിവസം. എട്ടാമത്തെ ചോദ്യം, ഭീഷണിക്ക് വഴങ്ങി സാംസന്റെ ഭാര്യ എന്തു ചെയ്തു? ഓപ്ഷൻ എ അവൾ സാംസനെ ഉപേക്ഷിച്ചു, ഓപ്ഷൻ ബി അവൾ മാതാപിതാക്കളോട് സഹായം അഭ്യർത്ഥിച്ചു, ഓപ്ഷൻ സി അവൾ സാംസന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് കടങ്കഥയുടെ ഉത്തരം വെളിപ്പെടുത്താൻ നിർബന്ധിച്ചു. ഉത്തരം ഓപ്ഷൻ സി അവൾ സാംസന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് കടങ്കഥയുടെ ഉത്തരം വെളിപ്പെടുത്താൻ നിർബന്ധിച്ചു. ചോദ്യ നമ്പർ 9, സാംസൺ ഭാര്യയുടെ നിർബന്ധം കാരണം അവൻ കടങ്കഥയുടെ ഉത്തരം അവൾക്ക് വെളിപ്പെടുത്തിയത് എപ്പോഴാണ്? ഓപ്ഷൻ എ വിരുന്നിന് 3-ാം ദിവസം, ഓപ്ഷൻ ബി വിരുന്നിൻ്റെ 4-ാം ദിവസം, ഓപ്ഷൻ സി വിരുന്ന് അവസാനിക്കുന്ന ദിവസം. ഉത്തരം ഓപ്ഷൻ സി വിരുന്ന് അവസാനിക്കുന്ന ദിവസം. 10ാമത്തെ ചോദ്യം, കർത്താവിൻ്റെ ആത്മാവ് സാംസന്റെ മേൽ വന്നതിന് ശേഷം അവൻ എവിടെ പോയി എത്ര പേരെ കൊന്നു? ഓപ്ഷൻ എ ഗാസയിൽ പോയി 20 പേരെ കൊന്നു, ഓപ്ഷൻ ബി അക്ഷലോണിൽ പോയി 30 പേരെ കൊന്നു, ഓപ്ഷൻ സി തിമ്നായിൽ പോയി 40 പേരെ കൊന്നു. ഉത്തരം ഓപ്ഷൻ ബി അക്ഷലോണിൽ പോയി 30 പേരെ കൊന്നു. ചോദ്യ നമ്പർ 11, സാംസൺ പറഞ്ഞ കടങ്കഥയുടെ ഉത്തരം 7 ദിവസത്തിനകം പറഞ്ഞാൽ എന്ത് നൽകാമെന്നാണ് സാംസൺ പറഞ്ഞത്? ഓപ്ഷൻ എ ഒരു സ്വർണ്ണ നാണയം, ഓപ്ഷൻ ബി ഒരു ജോഡി ചെരുപ്പ്, ഓപ്ഷൻ സി ഒരു ചണവസ്ത്രവും ഒരു വിശേഷ വസ്ത്രവും. ഉത്തരം ഓപ്ഷൻ സി ഒരു ചണവസ്ത്രവും ഒരു വിശേഷ വസ്ത്രവും. അങ്ങനെ ഈ അധ്യായത്തിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി 15ാമത്തെ അധ്യായത്തിലെ ചോദ്യങ്ങൾ ഉത്തരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.